SSLCക്കാർക്ക് ഫിസിക്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്രിസ്മസ് എക്സാമിനും മാനുവൽ എക്സാമിനും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ചോദ്യം വായിക്കാം. ഒരു സെല്ലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റർ R ഉള്ള ഒരു ലളിതമായ ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം കാണിക്കുന്നു. 10 സെക്കൻഡിൽ റെസിസ്റ്റർ എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 100 ജൂൾ, 200 ജൂൾ, 400 ജൂൾ ആൻഡ് 800 ജൂൾ. അപ്പം എത്ര ജൂളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതണമെങ്കിൽ ആദ്യം ഇത് ചെയ്യാൻ പഠിക്കണം അല്ലേ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 6 തന്നിട്ടുണ്ട് അല്ലേ. റെസിസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ഓം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ I എന്ന് പറയുന്നത് 2A ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. T എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോർമുല വെച്ചാണ് നമ്മളിത് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജൂൾ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ H=I²RT പഠിച്ചിട്ടില്ലേ. ഇതാണ് ജൂൾസ് ലോ. ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. H=I എന്ന് പറയുന്നത് എത്രയാടോ? 2A ആണല്ലേ. അപ്പം 2² ഇൻറ്റു R എന്ന് പറയുന്നത് 5 ഇൻറ്റു T എന്ന് പറയുന്നത് 10. അങ്ങനെയാണെങ്കിൽ 2² എന്ന് പറഞ്ഞാൽ 4, 5നെയും 10നെയും താഴത്തേക്ക് ഇറക്കി എഴുതി. ഇനി 4 ഇൻറ്റു 5 ഈക്വൽ ടു എത്രയാ? 20. 10 താഴത്തേക്ക് ഇറക്കി എഴുതി. 20 ഇൻറ്റു 100 എത്രയാടാ വരുന്നത്? 200 ആണല്ലേ. 20 ഇൻറ്റു 10 എത്രയാണ് വരുന്നത്? 200 ജൂൾ.